തിരുവനന്തപുരം നേമത്ത് വീട്ടിലെ പ്രസവത്തെ തുടർന്ന് മാതാവും കുഞ്ഞും മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവത്തിൽ കൂടുതൽ പേർ പ്രതികളാകുമെന്ന വാർത്ത വരുന്നു. മരിച്ച ഷമീറയ്ക്ക് അക്യൂപങ്ചർ ചികിത്സ നൽകിയ വെഞ്ഞാറമൂട് സ്വദേശി ശിഖാവിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. എടുത്ത് ചോദ്യം ചെയ്യുമെന്നാണ് ഇപ്പോൾ വരുന്ന വാർത്ത. ഷമീറയുടെ ഭർത്താവ് നയാസിനെ കോടതി ഇന്നലെ റിമാൻഡ് ചെയ്തിരുന്നു. പ്രേക്ഷകർ ഓർമ്മിക്കുന്നുണ്ടാകും. അഖിൽ ഷാ അൻസാർ മറ്റു വിവരങ്ങളുമായി തലസ്ഥാനത്ത് നിന്ന് നമുക്കൊപ്പം ചേരുന്നു. അഖിൽ ഷാ, ഗുഡ് മോർണിംഗ്. പറയൂ, ഈ അക്യൂപങ്ചർ ചികിത്സയൊക്കെ ചെയ്ത ബിരുദൻ എന്ത് വിദ്യാഭ്യാസ യോഗ്യതയുള്ള ആളാണ്? എസ്കെയിൻ, ഗുഡ് മോർണിംഗ്. നമുക്കറിയുന്നത് പോലെ തന്നെ ഈ യുവതി മരിക്കുന്ന സമയത്ത് യുവതിക്കൊപ്പം ഉണ്ടായിരുന്നത് ഈ നയാസിൻ്റെ മുൻ ഭാര്യയും അതുപോലെ തന്നെ മകളുമാണ്. ഈ മകൾ അക്യൂപങ്ചർ വിദ്യാർത്ഥിയാണ്. ഒപ്പം ഇതുമായി ബന്ധപ്പെട്ട് തന്നെയാണ് ഈ വെഞ്ഞാറമൂട് സ്വദേശിയായ ഷിഹാബ് അക്യൂപങ്ചർ ചികിത്സ നൽകുന്നതുമായി ബന്ധപ്പെട്ടുള്ള പ്രവർത്തനങ്ങൾ ചെയ്തത്. അക്കാര്യത്തിൽ അദ്ദേഹത്തിൻ്റെ വിദ്യാഭ്യാസ യോഗ്യതയാണ്, അദ്ദേഹം ഈ അക്യൂപങ്ചറിൽ വിദഗ്ധനാണോ തുടങ്ങിയ കാര്യങ്ങളൊക്കെ പോലീസ് ഈ ഘട്ടത്തിൽ അന്വേഷിച്ചു വരുന്നു. എന്തായാലും ഈ ചികിത്സാ പിഴവിനെ തുടർന്ന് തന്നെയാണ് ഈ ഭാര്യ മരിച്ചത് എന്നത് വ്യക്തമായതിന് പിന്നാലെയാണ് പോലീസ് ഈ ഭർത്താവായ നയാസിനെ അറസ്റ്റ് ചെയ്യുകയും ഇന്നലെ രാത്രിയോടുകൂടി കോടതി ഇയാളെ റിമാൻഡ് ചെയ്യുകയും ചെയ്തത്. വെഞ്ഞാറമൂട് സ്വദേശിയായ ഷിഹാബിനെ കണ്ടെത്താനുള്ള ഊർജിതമായ ശ്രമത്തിലാണ് നേമം പോലീസ്. എന്തായാലും ഇന്നലെ ഇദ്ദേഹത്തിൻ്റെ വീട് പോലീസ് എത്തി പരിശോധന നടത്തിയിരുന്നെങ്കിലും ഷിഹാബിനെ കണ്ടെത്താനായിരുന്നില്ല. എന്തായാലും അതിലേക്ക് കൂടി നീങ്ങുന്ന കുറെ കൂടെ ശക്തമായൊരു അന്വേഷണം പോലീസ് നടത്താനുള്ള തീരുമാനം. ഒപ്പം ഈ ഭാര്യ മരിക്കുന്ന സമയത്തൊപ്പം ഉണ്ടായിരുന്ന മുൻ ഭാര്യയും, അതായത് നയാസിൻ്റെ മുൻ ഭാര്യയും ഒപ്പം മകളും, ഇവരെ ഉൾപ്പെടെ കസ്റ്റഡി എടുത്ത് ചോദ്യം ചെയ്യാനുള്ള ഒരുക്കത്തിലും കൂടെയാണ് പോലീസ്. എന്തായാലും ഇക്കാര്യത്തിൽ വളരെ ഊർജിതമായൊരു അന്വേഷണത്തിന് പോലീസ് ഒരുങ്ങുന്നുണ്ട്. അതുമല്ലേ, സംസ്ഥാനത്ത് നടക്കുന്ന മറ്റേതെങ്കിലും തരത്തിലുള്ള ഇതുമായി വീട്ടിലെ പ്രസവങ്ങൾ സംബന്ധിച്ച ആ കണക്കുകൾ പരിശോധിച്ച് അതുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണങ്ങളിലേക്കും പോലീസ് കടക്കുന്നുണ്ട്. സ്കെയിൻ. ഓക്കെ, താങ്ക് യു. അഖിൽ ഷാ അൻസാറാണ് വിവരങ്ങൾ നൽകിയത്. അശ്വിനി കുമാർ പറയുന്നത് വളരെയധികം അച്ചടക്കം ആവശ്യമുള്ള ഒരു ആയോധന കലയാണ് കരാട്ടെ. ഇയാൾ കുറ്റക്കാരനാണെങ്കിൽ ഈ അധ്യാപകനെ തൂക്കിലേറ്റണം എന്നിവരെയാണ് പറയുന്നത്. തൂക്കിലേറ്റനൊക്കെ നമുക്ക് നിയമത്തിൻ്റെ വഴിയിലൂടെ മാത്രമേ പോകാൻ കഴിയൂ. അദ്ദേഹം കുറ്റക്കാരനാണെങ്കിൽ നിയമം നൽകുന്ന പരമാവധി ശിക്ഷ അദ്ദേഹത്തിന് കോടതി നൽകട്ടെ. നമ്മളതിൽ കയറി ഇടപെടാൻ പോകണ്ട എന്നാണ് എൻ്റെ അഭിപ്രായം.